കൊല്ലത്തെ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രി എന്നുള്ള നിലയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ മോർച്ചറി കേടായിട്ട് മാസങ്ങളായി. ആ മോർച്ചറി നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സംഘടനയും പ്രതീകാത്മകമായ ഒരു മൃതദേഹമൊക്കെ വെച്ചുകൊണ്ടൊരു വലിയ സമരമൊക്കെ നടത്തി വലിയ വാർത്ത സൃഷ്ടിച്ചതാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്പർ 1 ആകണമെന്ന് തന്നെയാണ് BJPയുടെ ആഗ്രഹം. അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതിന് എതിർക്കുകയല്ല. നമ്പർ 1 ആകണമെങ്കിൽ ബിൽഡിങ്ങിന്റെയും അല്ലെങ്കിൽ മറ്റ് അതായത് ഭൗതിക സാഹചര്യം മാത്രമല്ല. ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നമുക്കറിയാം ഈ പ്രൈമറി ഹെൽത്ത് സെന്ററും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികളായാലും ഏത് ആശുപത്രി ചെന്നാലും അവിടെ മരുന്നുകളില്ല. നമുക്കറിയാൻ സാധിച്ചത് ഏതാണ്ട് 2500 കോടി രൂപ മരുന്ന് വിതരണ കമ്പനികൾക്ക് സർക്കാർ കൊടുക്കാനുണ്ട് എന്നാണ്. കഴിഞ്ഞ ഏതാണ്ട് മന്ത്രിസഭ തീരുമാനിച്ചത് 100 കോടി അതിനുവേണ്ടി അനുവദിച്ചു. 2500 എവിടെ നിൽക്കുന്നു? 100. ഇപ്പം മരുന്ന് വിതരണക്കാർ ഒരു കാരണവശാലും ഈ സർക്കാരിനോട് സഹകരിക്കില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ നമ്പർ 1 ആകണമെങ്കിൽ എല്ലാ മേഖലയും ഇതെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെ ദീർഘവീക്ഷണമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം, സർക്കാരിനുണ്ടാകണം. അത് മുൻനിർത്തി ആ ഒരു വലിയ ദീർഘമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകും. നമുക്കറിയാം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടെ നമുക്കറിയാം കെട്ടിടങ്ങൾ ഇങ്ങനെ കുന്നുകൂടി വരികയാണ്. ഒരു കെട്ടിടം ഇവിടെ ആണെങ്കിൽ അടുത്ത കെട്ടിടം, അങ്ങനെ ഒരു ദീർഘവീക്ഷണമില്ലാത്ത തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം തന്നെ ആ കൊല്ലം ജില്ലാ ആശുപത്രിയിലുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊല്ലം ജില്ലാ ആശുപത്രി എന്ന് പറയുന്ന ഒരു ജനറൽ ആശുപത്രിയായി അത് പ്രഖ്യാപിക്കണമെന്ന് കുറേ നാളത്തെ ജനങ്ങളുടെ ഒരു വലിയ ആവശ്യമാണ്. അത് പരിഹരിക്കുവാൻ അത് ജില്ലാ ആശുപത്രിയാകണം. അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികൾ വളരെ പെട്ടെന്ന്, നമുക്കറിയാം കേന്ദ്ര പദ്ധതികൾ നിരവധി, ഈ PHS സെന്ററും അതുപോലെ തന്നെ ഫാമിലി ഹെൽത്ത് സെന്റർ ആയാലും അതുപോലെ പ്രൈമറി ഹെൽത്ത് സെന്ററിലും ഒക്കെ നല്ല രീതിയിൽ ഫണ്ടുകൾ എത്തുന്നുണ്ട്. നമുക്കറിയാം ഇത് ഇന്നോ ഇന്നലെ അല്ലെങ്കിൽ നരേന്ദ്രമോദി വന്നത് കൊണ്ടല്ല. നമുക്കറിയാം കേന്ദ്ര പദ്ധതികൾ നിരവധി ഇങ്ങനെ വരാറുണ്ട്. പക്ഷേ ഈ സംസ്ഥാനത്തെയും അല്ലെങ്കിൽ ഈ രാജ്യത്തെയും വളരെ മുന്നോട്ട് നയിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് വളരെ വലിയ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. വെൽനസ് സെന്റർ എന്ന് പറയുന്ന, നമുക്കറിയാം അത് എല്ലാ PHC സെന്ററുകളും ഒക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്ന രീതിയിലേക്ക് ഇന്ന് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇവിടെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി സർക്കാർ ഈ മേഖലകളിൽ ഇടപെടണം. കാരണം സാധാരണക്കാർ ആശ്രയിക്കുന്ന ആ കേന്ദ്രങ്ങളിൽ മരുന്ന് ഇല്ല, അല്ലെങ്കിൽ ചെല്ലുന്ന സമയത്ത് മരുന്ന് കുറിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മറ്റ് ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി വന്നാൽ ഈ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് ഇന്നത്തെ ആരോഗ്യരംഗം. ദീർഘവീക്ഷണത്തോടു കൂടി സർക്കാർ പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോകണമെന്നാണ് BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായിട്ടുള്ള ശൈലേന്ദ്ര ബാബു സൂചിപ്പിക്കുന്നത്.